ഈ വിമാനയാത്രക്കാരുടെ കഷ്ടപ്പാട് വളരെ വലുതാണ്. ഞാൻ ഒരുപാട് ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളും ഇതിലുണ്ടായിട്ടുണ്ട്. ഈ വിമാന കമ്പനികളുടെ കൊള്ള അതുമാത്രമല്ല, അത് അതിലുള്ള ആ ഒരു ഒരു നിരക്ക് വ്യത്യാസം എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്, വളരെ വലുതാണ്. ഇപ്പം തന്നെ ഒരിക്കൽ ഞങ്ങൾക്ക് എനിക്കും വൈഫിനും കൂടെ ഞങ്ങൾക്ക് അമേരിക്കയിൽ ഒന്ന് പോകാനുള്ള ഒരു യാത്ര. ഞാൻ 3 തവണ പോയിട്ടുണ്ട്. അതിലൊരു യാത്രയ്ക്ക് പോയപ്പോൾ ഒരു കമ്പനിയുടെ വിമാന ടിക്കറ്റിൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റിന് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ രണ്ടുപേർക്കും കൂടെ 12 ലക്ഷം രൂപ. അപ്പം അതുവേണ്ട തത്തുല്യമായിട്ടുള്ള അതുപോലെ അത്രത്തോളം പ്രശസ്തമായ ഏതാണ്ട് അതേ രീതിയിലുള്ള സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു വിമാന കമ്പനിയുടെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത്, അതിനകത്ത് ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ 8,50,000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അതായത് 4 ലക്ഷം രൂപ കൂടുതലാണ് മറ്റേ കമ്പനി ആ ടിക്കറ്റിന് ചുമത്തുന്നത്. അപ്പോൾ ഇത് നീണ്ടു നിവർന്ന് കിടക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ആവശ്യമൊന്നുമില്ല. ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ പോയാലും അതിലുള്ള മറ്റ് ചില കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ കിടക്കുമ്പോൾ കിടന്നുറങ്ങി സുഖമായിട്ട് പോകത്തൊക്കൊണ്ടാണ്. കിടന്നാലും ഞാൻ ഉറങ്ങത്തുമില്ല. പക്ഷേ എൻ്റെ വൈഫ് കൂർക്കം വലിച്ച് സുഖമായിട്ട് ഉറങ്ങും. അങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഈ ടിക്കറ്റ് നിരക്കിൻ്റെ വ്യത്യാസം. ഇപ്പോഴാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ ആഭ്യന്തര യാത്രയ്ക്കാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡിഗോയാണ് കൂടുതലും. അപ്പോൾ ഈ ഇപ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പ് ബാംഗ്ലൂർ പോകേണ്ടതായിട്ട് വന്നപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇൻഡിഗോ തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇൻഡിഗോ ഇപ്പോഴും ചിലപ്പോൾ സമയക്രമം കറക്റ്റായിട്ട് അവർ സമയക്രമം പാലിച്ചുകൊണ്ടിരുന്നവരാണ്. ചിലപ്പോൾ ആ ഫ്ലൈറ്റ് എങ്ങാനും ബന്ധപ്പാട് വന്നാലോ എന്ന് പറഞ്ഞിട്ട് അവർ എയർ ഇന്ത്യ ബുക്ക് ചെയ്തപ്പോൾ ഞാനത് പറഞ്ഞ് ഇൻഡിഗോ ആക്കി. അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് രാവിലെ 7 മണിക്കുള്ള ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിന് തന്നെ ആ ഫ്ലൈറ്റ് പോയി. ഞാനവിടെ ചെന്നു. ഇതെല്ലാം കഴിഞ്ഞു. തിരിച്ച് എനിക്ക് വരണം, വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തിരിച്ചു വരണം. ഫ്ലൈറ്റിന് ഞാൻ എയർപോർട്ടിൽ ചെന്നു കഴിയുമ്പോൾ എന്തെന്നറിയോ, ഇത് കാണാനില്ല ബോർഡിനകത്ത് ഈ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്. എന്താണെന്നറിയോ, ഇത് വേറെ ഒന്നുമില്ല, ഡിലേയ്ഡ് എന്നാണ്. അവസാനം ഡിലേയ്ഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഡിലേ, എത്ര ഡിലേ, ഇതൊക്കെ അറിയണമല്ലോ. അവസാനം ഈ നമ്പരും വരുന്നില്ല, നോക്കിയിരുന്നു 3 മണിക്കൂർ ഞാൻ ആ എയർപോർട്ടിൽ ഇതിന് ചിലവഴിച്ചു. നമുക്ക് നോക്കണം, ഒരു 2 മണിക്കൂറോളം മുമ്പേ നമ്മൾ എയർപോർട്ടിൽ എത്തണം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 3 മണിക്കൂർ കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ 5 മണിക്കൂറായി. ഈ 5 മണിക്കൂർ ഞാൻ ഇരുന്നു. ഏതാണ്ടൊരു 3 മണിക്കൂർ ഇരുന്ന് ഒരു 2.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് ഈ ഫ്ലൈറ്റിൻ്റെ തെളിഞ്ഞു, ഇത്ര മണിക്ക് പുറപ്പെടും. ശരി, വളരെ വളരെ സൗകര്യം. ഈ ഇൻഡിഗോയ്ക്ക് അതുപോലെ അത്രത്തോളം ഫ്ലൈറ്റുകളുണ്ട്. കാരണം ഏതാണ്ട് പ്രശ്നം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്ട് കുത്തകയായിട്ട് മാറി. ഈ ആഭ്യന്തര സർവീസ് എന്ന് പറയുന്നത് ഇൻഡിഗോയുടെ കുത്തകയായിട്ട് മാറി. ബാക്കി ആകാശ എയർ അതൊക്കെ ഉണ്ട്, അതൊന്നും വലിയ കാര്യമല്ല. പക്ഷെ അവർ സമയക്രമം പാലിക്കും. കഴിഞ്ഞ തവണ ഞാൻ അതിന് തൊട്ട് മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ അങ്ങോട്ട് പോയത് എയർ ഇന്ത്യ, തിരിച്ച് ഇങ്ങോട്ട് വന്നതും എയർ ഇന്ത്യ എക്സ്പ്രസ്. ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പേടിച്ചാൽ വന്നേ, കാരണം ഇതൊക്കെ ഏത് സമയത്ത് വരും, എപ്പോൾ വരും, ക്യാൻസലേഷൻ വരുമെന്നൊക്കെ ഇരിക്കുകയായിരുന്നു. ഒന്നും സംഭവിക്കാതെ സമയത്ത് വന്നു. പക്ഷേ ഇൻഡിഗോ മുമ്പ് വളരെ കറക്റ്റായിട്ട് സമയക്രമം പാലിച്ചുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് അവർക്ക് ഇതൊന്നും പറ്റുന്നില്ല. കാരണം പൈലറ്റുമാരുടെ ആ ഡ്യൂട്ടി സമയത്തിൻ്റെയൊക്കെ വ്യത്യാസം വന്നപ്പോഴത്തേക്ക് അവർക്ക് ആ കേന്ദ്ര ഗവൺമെൻറ് ചട്ടങ്ങളനുസരിച്ച് ഇവർക്ക് പ്രവർത്തിക്കാൻ വയ്യാതായി. ഒരുപാട് ദൂരദേശങ്ങളിൽ പോകേണ്ട ആളുകളുണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടണം. ഇപ്പോൾ ലണ്ടനിലേക്കൊക്കെ പോകേണ്ടവർക്ക് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ ചെന്നൈ പോകണം, അല്ലെങ്കിൽ മുംബൈ പോകണം. ഈ മുംബൈയിലേക്കുള്ള വിമാന സർവീസ് ഇവിടുന്ന് ക്യാൻസലായാൽ എന്ത് ചെയ്യാൻ പറ്റും? ബ്രിട്ടീഷ് എയർവേസിൻ്റെയൊക്കെ ടിക്കറ്റ് എടുത്തേക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് ചെന്നൈ പോയിട്ട് വേണം.
അപ്പോൾ അവർക്ക് ചെന്നൈയിലേക്ക് പോകാൻ സമയമാകുമ്പോൾ ഈ കണക്ഷൻ ഫ്ലൈറ്റ് ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? അവർ എന്ത് ബുദ്ധിമുട്ടുമെന്നറിയാമോ ഇത്? അത് വിദേശത്ത് പോകേണ്ട ആളുകളെ ഇതിൻ്റെ ബന്ധപ്പാട് അറിയുള്ളൂ. ഒരേ കമ്പനിയുടെ ടിക്കറ്റ് നമ്മൾ എടുത്താൽ പോലും ചിലപ്പോൾ എയർപോർട്ടിൽ ചെന്നിട്ട് നമ്മൾ അടുത്ത മറ്റേ അതിൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ്, നെക്സ്റ്റ് ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് നമ്മൾ ജീവൻ കളഞ്ഞ് ഓടണം. ആ സ്ഥിതി വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ അത് ആ ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ഇവർ സമയക്രമം പാലിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. മറ്റേ ഫ്ലൈറ്റ് നമുക്ക് വേണ്ടി അങ്ങനെ കാത്തു കിടക്കും. ചിലപ്പോൾ അതവരെ ഡിലേ ആക്കും. ഈ അടുത്ത ഒരിക്കൽ ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് പോയ ഫ്ലൈറ്റ് താമസിച്ച് ലാൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ഫ്ലൈറ്റ് പോവും, ഇനിയിപ്പോൾ രക്ഷയില്ല, കിട്ടത്തില്ല, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചു. പക്ഷേ നോക്കിയപ്പോൾ എന്താണെന്നറിയാം, ഇതൊരു 1 മണിക്കൂർ ഡിലേ ആയപ്പോൾ അവർ ആ ഫ്ലൈറ്റും 1 മണിക്കൂർ ഡിലേ ആയി. കാരണം ഇതിൻ്റെ ഫീഡർ ഫ്ലൈറ്റുകളൊക്കെ വരുമ്പോൾ അങ്ങനെ വരും. പക്ഷേ അതല്ല പ്രശ്നം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട്, ഏതാണ്ട് കുത്തകയായി ആയിക്കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ഇവർക്കില്ല. ഇവർ ലാഭമല്ലേ നോക്കുന്നതെല്ലാം. അപ്പോൾ ഈ ജനങ്ങൾ എന്ത് ചെയ്യും, ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ അടുത്ത ഒന്ന് എടുക്കാം, എയർ ഇന്ത്യ എടുക്കാം, അല്ലെ ആകാശ് എയർ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് മനുഷ്യന് താങ്ങാൻ പറ്റാത്ത റേറ്റാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വളരെ നല്ലതായിട്ട് വളരെ ഫലപ്രദമാണ്. 500 കിലോമീറ്റർ വരെ ആണെന്നുണ്ടെങ്കിൽ 7,500 രൂപ കൂടാൻ പാടില്ല. 7,500 എന്ന് പറഞ്ഞാൽ ബേസിക് റേറ്റായിട്ടോ. അതിൻ്റെ കൂടെ പിന്നെ എയർപോർട്ടിൻ്റെ ഫീസ്, കുന്തം കുടയെന്നൊക്കെ പറഞ്ഞ് ടാക്സും എല്ലാം കൂടെ ചേർന്ന് അത് ഈ 7,500 എന്ന് പറഞ്ഞാൽ 15,000 രൂപ ആവും. അത് വേറെ കാര്യം. പിന്നെ 500 കിലോമീറ്റർ വരെ മുതൽ 1000 കിലോമീറ്റർ വരെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് 12,000 രൂപ. ഏതായാലും 1000 കിലോമീറ്റർ മുതൽ 1,500 കിലോമീറ്റർ വരെ 15,000 രൂപ. 1,500-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ 18,000 രൂപ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ് ഈ ചെയ്തേക്കുന്നത്. കാരണം ഇവന്മാർ തോന്നിവാസം പോലെ കാശ് വാങ്ങിക്കും ആളുകളെ നിന്ന്. കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ, എന്തെങ്കിലും ഒരു വെക്കേഷൻ, സ്കൂൾ അടയ്ക്കുന്നു, ഇതൊക്കെ ഉണ്ടല്ലോ ടിക്കറ്റ് തോന്നുന്ന മാതിരി വാങ്ങിക്കാൻ, ചോദിക്കാനും പറയാനും ആരുമില്ല. ഇപ്പം DGCയുടെ വന്നപ്പോൾ ഈ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇത് ചെയ്യാൻ വയ്യാതിരുന്നല്ല, നേരത്തെ ഈ കുത്തകളെ സഹായിക്കാൻ വേണ്ടി ഇതുവരെ ഈ പണി ചെയ്തിട്ടില്ല. ഇപ്പം ഏതായാലും ഇത്രയും ജനങ്ങളെ കിടന്ന് കഷ്ടപ്പെടുത്തി. ഒരു മനുഷ്യനല്ലേ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് യാത്ര ചെയ്യണം. ഇപ്പം ചെന്നൈയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ഈ ക്രിസ്മസിൻ്റെ ഒരു 20-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡിസംബർ 20 മുതൽ ഒരു ജനുവരി 5-ാം തീയതി വരെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ യുവന്മാർ വാങ്ങിക്കുന്ന കാശെന്തോ ബസ്സിൽ വാങ്ങുന്ന പൈസ എത്രയാണ്? ഇഷ്ടംപോലെ ബസ് കൂടുന്നുണ്ട്. അവർ അങ്ങോട്ട് തോന്നിവാസം പോലാണ് അവന്മാർ റേറ്റ് കൊടുക്കുന്നത്. 5,000 രൂപയും മുതൽ 10,000 രൂപ വരെയൊക്കെയാണ് ടിക്കറ്റ് ചാർജ്. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെർമിറ്റ് ചെയ്യാമോ? അതിന് പകരം ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ വന്ദേ ഭാരതുകൾ ഇപ്പോൾ ഒരെണ്ണം ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം 5 എണ്ണം ഉണ്ടെങ്കിലോ ഈ കൊള്ള നടക്കൂ? ഇല്ല. പക്ഷേ ഈ കൊള്ളയ്ക്ക് ഗവൺമെൻറ് കൂട്ടു നിൽക്കും. അതാണ് പ്രശ്നം. യവന്മാർ ഈ ബസ് ഇട്ടേക്കുന്നവന്മാരുണ്ടല്ലോ, ഭയങ്കര കള്ളന്മാരെ അവന്മാർ. ഒരു കൊള്ളയാണ് നടത്തുന്നത് ജനങ്ങളുടെ നിന്ന്. എന്നാൽ KSRTCക്ക് അല്ലെങ്കിൽ അതുപോലെ സർവീസ് വേണം. പക്ഷേ KSRTC സർവീസ് കൊടുക്കും തത്തുല്യമായ അത് അവർക്കും കൊടുക്കണം, കർണാടകയ്ക്ക് കൊടുത്താൽ മതി, കുഴപ്പമില്ല. പക്ഷേ ഈ ബാംഗ്ലൂർ യാത്രയൊക്കെ ഇങ്ങനെ ദുഷ്കരമാകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ കൂടുതൽ KSRTC സർവീസുകൾ ഏർപ്പെടുത്തണം. അതേപോലെ തന്നെ ട്രെയിൻ സർവീസുകൾ ഒരുപാട് വേണം. എന്നും ബാംഗ്ലൂരിൽ ഒക്കെ ഉള്ള ട്രെയിൻ എന്ന് പറയുന്നതിനൊന്നും ആളില്ലാതിരിക്കത്തേ ഇല്ല, ആ പ്രശ്നമില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആളുകളാണുള്ളത്. പക്ഷേ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഏതായാലും ഇപ്പോൾ ഈ വിമാനയാത്രക്കാരുടെ ഈ കൊള്ള ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് അല്പമെങ്കിലും ഒരു ചെറിയ നടപടി എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇത് വലിയ നടപടിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മൾ 3,500 രൂപയുടെ കൊടുക്കേണ്ട ടിക്കറ്റിന് ഇപ്പം തന്നെ 7,000 ഏതാണ്ട് 12,000 രൂപ കൊടുക്കേണ്ട ഗതികേടാണ് ഉള്ളത്. അത് വേറെ കാര്യം. അത് വളരെ കൂടുതൽ, 12,000 അല്ല, അതിൻ്റെ പുറത്ത് ടാക്സും കൂടെ വരുമ്പം 24,000 രൂപ വരെ ആവും എല്ലാം കൂടെ വരുമ്പോൾ.
അതാണ് ഈ ഏർപ്പെടുത്തിയേക്കുന്നത്. അത് വലിയ നേട്ടമൊന്നും ഉള്ളതല്ല. എന്നാലും 50,000 രൂപയുടെ കൊള്ള ഡൽഹി ഇന്ന് കൊച്ചി അല്ലെ ഡൽഹി തിരുവനന്തപുരം, ആ 50,000 രൂപ ടിക്കറ്റ് എങ്ങനെ മുതലാക്കിയെടുക്കാൻ നോക്കും? ഒരു മനുഷ്യൻ എങ്ങനെ യാത്ര ചെയ്യും? എയർ ഇന്ത്യ ഇപ്പം നമ്മൾ പണ്ട് വിമാനത്തിൽ കയറുക എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ലക്ഷറി ആയിരുന്നു. ഇപ്പം അതൊന്നും അല്ല, നെസസിറ്റിയാണ്, ലക്ഷറി ഒന്നും അല്ല ഇന്നത്തെ കാലത്ത്. ഇത് പല രാജ്യങ്ങളിലും പല സ്ഥലം, ഇപ്പം ഞങ്ങൾ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ വാഷിങ്ടൺ DC നിന്ന് എനിക്ക് സിയാറ്റിലേക്ക് പോർട്ട്ലാൻഡിലേക്ക് വരണം. ഞങ്ങളുടെ വാഷിങ്ടൺ DC നിന്ന് കയറി ആ ഫ്ലൈറ്റ് ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇത് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ കൗണ്ടറിൽ ചെന്നു. അപ്പോൾ കൗണ്ടർ ക്ലോസ് ചെയ്തു. അവർ പറഞ്ഞു ആ ഫ്ലൈറ്റ് പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ടേക്ക് ഓഫ് ചെയ്തു. കറക്റ്റ് ടൈമാണ്, ടേക്ക് ഓഫ് ചെയ്തു. സാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നും മിണ്ടുന്നില്ല. അടുത്ത ഫ്ലൈറ്റ് എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞുള്ള അടുത്ത ഫ്ലൈറ്റ് ഞങ്ങൾക്ക് റെഡിയാക്കി കൈ തന്നു. ഇവിടേക്കാണെങ്കിൽ ഇത് മിണ്ടത്ത് പോലും ഇല്ല, സംസാരിക്കത്ത് പോലും ഇല്ല. ഇവർ ഫ്ലൈറ്റ് ക്യാൻസലായെന്ന് ക്യാൻസലായി, അത്രേ ഉള്ളൂ. ഇത് അങ്ങനെയൊന്നും അല്ല വേണ്ടത്. ഇതിനകത്തൊക്കെ ഉത്തരവാദിത്വ ബോധം വേണം ഇവർക്ക്. ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ആളുകൾ നമ്മൾ കാണുന്നത് പോലല്ല, അങ്ങനെ ആകരുത്. ഇപ്പോൾ ഇൻഡിഗോയുടെ ഈ ഗതികേടെന്ന് പറയുന്നുണ്ടല്ലോ, ആയിരക്കണക്കിന് ഫ്ലൈറ്റുകളാണ് ക്യാൻസൽ ചെയ്യുന്നത്. എത്ര ആയിരം ആളുകളാണ് കഷ്ടപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കണം. 1000 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ഒരു 250 പേര് വെച്ച് ആവറേജ് കൂട്ടിക്കോളൂ. എത്ര പേരാണ് കഷ്ടപ്പെടുന്നത്? എത്ര ആളുകളാണ്? എയർപോർട്ടിൽ വെളിയിൽ കസേരയിട്ട് ഇരുത്തിയേക്കുക കൊച്ചിയിലൊക്കെ, അതാ ചെയ്തേക്കുന്നത്. കഷ്ടമാണ്. ഇത് കുത്തകയാകാൻ സമ്മതിച്ചാണ് പ്രശ്നം. ഒരുപാട് എയർലൈനുകൾ വേണം. അതിന് ഈ ഇൻഡിഗോ പോലുള്ളത് മാത്രമാകരുത്, വേറെ എയർലൈനുകൾ വേണം. അതാണ് വേണ്ടത്.